ചാലക്കുടി വ്യാജ ലഹരി മരുന്നു കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതിയും കേസിലെ ആസൂത്രകയുമായ ലിവിയ ജോസ് ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും നിക്ഷേപിച്ചത് ഒറിജിനൽ ലഹരി മരുന്നാണെന്നും തനിക്കെതിരെ ഷീല നടത്തിയ അപവാദ പ്രചരണമാണ് വൈരാഗ്യത്തിന് കാരണമെന്നും ലിവിയ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഒന്നാം പ്രതി MN നാരായണദാസുമായി ചേർന്നാണ് യുവതി ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്നും കേസിൽ ഷീലയുടെ മറ്റു ബന്ധുക്കൾ പ്രതിയാവാനും സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. മാർച്ച് 27 ചാലക്കുടി നായരങ്ങാടിയിലെ സംരംഭകയായ ഷീല സണ്ണി എന്നത്തെയും പോലെ തന്റെ സ്കൂട്ടറുമായി ബ്യൂട്ടി പാർലറിലേക്ക് പുറപ്പെട്ടു. പിന്നീട് നടന്നതാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവവികാസങ്ങളും. സ്കൂട്ടറിൽ സൂക്ഷിച്ച ബാഗിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുന്നു. 0.160 ഗ്രാം MDMA, 12 LSD സ്റ്റാമ്പുകൾ എന്നിവയാണ് പിടികൂടിയത്. CI സതീശന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വിവരങ്ങൾ നൽകിയ ആളിന്റെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 72 ദിവസം ഷീലയെ റിമാൻഡ് ചെയ്തു. 2023 മെയ് 9 ജാമ്യം കിട്ടി ജയിൽ മോചിത ആയപ്പോൾ മുതൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള പോരാട്ടം തുടങ്ങി. മെയ് 29 തൊണ്ടിമുതലിന്റെ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കേസ് വൻ വിവാദമായി. തൊണ്ടിമുതൽ ലഹരിമരുന്നല്ലെന്ന് കാക്കനാട് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. 2023 മാർച്ച് 25 കേസ് അന്വേഷണത്തിനായി എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കേസിന്റെ അന്വേഷണം എക്സൈസും ലോക്കൽ പോലീസും സംയുക്തമായി തുടങ്ങി. 2023 ജൂലൈ 3 ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. നഷ്ടപരിഹാരം വേണം, പ്രതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് 2024 ഷീല ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകി. തുടർന്ന് ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസ് എന്നയാളാണ് CI സതീശന് വിവരം നൽകിയതെന്നും അത് വ്യാജമെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. നാരായണദാസും CI സതീശനും സംഭവ ദിവസത്തിന്റെ തലേന്ന് ഒരേ ടവർ ലൊക്കേഷനിലെത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘം കണ്ടെടുത്തു. മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് കോടതിയിലെത്തിയപ്പോൾ ഷീലയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നാരായണദാസിനും ബാധകമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. 72 മണിക്കൂർ പോലും നാരായണദാസ് ജയിലിൽ കിടന്നില്ലെന്ന് കോടതി രൂക്ഷമായി വിമർശിച്ചു. തുടർന്ന് നാരായണദാസ് ഒളിവിൽ പോകുകയും പിന്നീട് ബംഗളൂരുവിൽ നിന്ന് പിടിയിലാവുകയും ചെയ്തു. കേസിൽ കുടുക്കിയത് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയും തന്റെ സുഹൃത്തുമായ ലിവിയയ്ക്ക് വേണ്ടിയാണെന്ന് നാരായണദാസ് മൊഴി നൽകി. ഒടുവിൽ ലിവിയയും അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. 2 വർഷങ്ങൾക്കിപ്പുറം പിടിയിലായ പ്രതിയിൽ നിന്നും കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവന്നത്. ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും നിക്ഷേപിച്ചത് ഒറിജിനൽ ലഹരി മരുന്ന് തന്നെയാണെന്ന് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാം പ്രതി MN നാരായണദാസുമായി ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുമാണ് ലഹരി മരുന്ന് എത്തിച്ചത്. ഇതിന് മറ്റു ചിലരുടെ സഹായം കൂടി ലഭിച്ചതായും SIT ടീം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തിയതായി അന്വേഷണ സംഘ തലവൻ VK രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികൾ ഇവർ തന്നെയാണ്. ലിവിയയുടെ ആവശ്യപ്രകാരമാണ് സുഹൃത്ത് ആയിട്ടുള്ള നാരായണദാസ് ഇതിൽ പങ്കാളിയായി വരുന്നത്. അങ്ങനെ കേസിൽ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ കൃത്യം ചെയ്തത്. ഒറിജിനൽ സാധനം തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മുംബൈ പോലീസിന് കൈമാറി. മുംബൈയിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ലിവിയ ജോസിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത്. SIT ടീമിന്റെ നേതൃത്വത്തിൽ 4 മണിക്കൂറിലേറെ സമയമാണ് ലിവിയെ ചോദ്യം ചെയ്തത്. ഇതിനിടയിൽ പ്രതി പലവട്ടം പൊട്ടിക്കരയുകയും സങ്കടപ്പെടുകയും ചെയ്തു. ലിവിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പ്രതിയുടെ സഹോദരിയും ഷീല സണ്ണിയുടെ മരുമകളുമായ ലിൽജിയെയും DYSP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവർ 2 പേരും പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്നും ഷീലയുടെ ബന്ധുക്കളിൽ ചിലർ കൂടി കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട്. അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ദുബൈയിലേക്ക് രക്ഷപ്പെട്ട ലിവിയ ജോസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം നടത്തുന്നതിനിടയിലാണ് ഇവർ നാട്ടിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം SIT സംഘം മുംബൈയിലെത്തി പ്രതിയെ പിടികൂടിയത്. CIമാരായ MK ഷാജി, അമൃത് രംഗൻ,
എബിൻ, സജി വർഗീസ് തുടങ്ങിയവരും ജിനി, മിഥുൻ ആർ കൃഷ്ണ, ലാൽസൻ, പ്രദീപ്, സതീശൻ, നിഷാന്ത്, ബിനു, വിനോദ് കുമാർ തുടങ്ങിയവരുമാണ് പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾ. ന്യൂസ് മലയാളം, തൃശൂർ.